ഹലോ ഗൈസ്, അപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ നമ്മുടെ തൃശ്ശൂരിലുള്ള ചാവക്കാടുള്ള മെറീൻ വേൾഡിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ കുതിര റൈഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ, കുറേ ഡോൾഫിൻസും കുറേ സെയിൽഫിൻ്റെ പ്രതിമ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു ആമയുടെ പ്രതിമയുണ്ട്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ തന്നെ ഈ മതിലുമായിട്ട് കുറേ ഷാർക്ക്, കുറേ മീനുകൾ, സ്റ്റാർ ഫിഷ്, കുറേ പ്രതിമകൾ. അപ്പുറത്തായിട്ടൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ. ഫ്രണ്ട്സ്, അവിടെ ആലാപ്പൈമേൻ്റെ ഫീഡിങ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ബേർഡ്സ് പാർക്കാണത്. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും കയറും. അവസാനമായിട്ടാണ് കയറണേ. നമുക്ക് അവസാനം അത് കാണാം. ഇപ്പോൾ ഗായ്സ് ഇതാ കണ്ടില്ലേ, നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഒരു സൈഡിലൊക്കെ ഉണ്ടായിരുന്ന നല്ല ഭംഗിയുള്ള മീനുകളുടെ ഒക്കെ ഒരു പ്രതിമകളുണ്ട്. ഞാൻ തല കുന്നിക്കൊണ്ട് നേരെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ബേർഡ്സ് പാർക്ക് ഉണ്ട്. ഇവിടെ വരെ തന്നെ ഒരു താറാവും നീമും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്കത് കണ്ടിട്ട് പിന്നെ അപ്പുറത്തായിട്ട് സ്ലൈഡും പിന്നെ എന്തോ വെള്ളത്തിലൊക്കെ കയറണ ബോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആലാപ്പൈമേന് ഫീഡ് ചെയ്യണ സ്ഥലം. ഇവിടെ ആയിട്ട് വി ലവ് മെറീൻ വേൾഡ് ഉണ്ട്. നമുക്ക് ടിക്കറ്റ് എടുക്കണ കാര്യം നോക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മെറീൻ വേൾഡിലേക്ക് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കടന്ന് ചെല്ലാൻ പോകണം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെ കാണാൻ കഴിയുന്നൊക്കെ. എന്തായാലും കാണാം. ഫ്രണ്ട്സ് ഇതാ കണ്ടില്ലേ, നമ്മൾ കടക്കാൻ പോകുമ്പോൾ തന്നെ ഒരു വെയിലും പിന്നെ എന്തോ സീ ഹോർസ് അങ്ങനെ എന്തൊക്കെ സാധനത്തിൻ്റെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഷാർക്ക് ഉണ്ട്, ഡോൾഫിൻ ഉണ്ട്. അപ്പം നമ്മളിതാ കടന്ന് ചെല്ലുമ്പോൾ നമുക്ക് കാണാനുണ്ട് 2 വലിയ ടാങ്കർ. അതിൽ വിഡോ ടെട്ര ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടാണ്. ഇപ്പുറത്തെ സൈഡിൽ ഒരു കാറുണ്ട്, അതിൻ്റെ അകത്ത് നിറച്ചും ടെട്രകളാണ്. പിന്നെ വേറെ കുറേ വിഡോ ടെട്രകളുടെ ടാങ്കുകളുണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഈ പുലിവാഹകളും വരാലൊക്കെ കാണാൻ കഴിയും. നല്ല ഭംഗിയായിട്ട് അവരും കാണാൻ. അങ്ങനെ നമ്മുടെ വരാലൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും കണ്ട് ഈ വിഡോ ടെട്രോളിൻ്റെ ഒരു ടാങ്ക് തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് അവർ കാണിയുണ്ടതിൽ. അതിൻ്റെ അകത്തുള്ള സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു മീൻ ഏതാണെന്ന് എനിക്കറിയില്ല, വലിയൊരു ടാങ്കിൽ അവരും കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സിൽവർ കളറിൽ എന്തൊരു ഷാർക്കാണെങ്കിൽ തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പുറത്തെ സൈഡിലൊരു പെറ്റി ഓട്ടോറിക്ഷ ഉണ്ട്, അതിൻ്റെ അകത്തും ഒരു ഭയങ്കര മീനൊക്കെ നല്ല സെറ്റപ്പാട്ടാ. എനിക്ക് സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് അപ്പുറത്തെ ടാങ്കിലുള്ളത് ഗ്രാസ് കാർപ്പാണ്. കുഴപ്പമില്ലാത്ത മീനാണ്, നല്ല ഗ്രേഷ് കളറാണ്. ഒരു തരം കാർപ്പിൻ്റെ വെറൈറ്റിയുള്ള ഒരു മീനാണ്. ഈ ടാങ്കെടുക്കാൻ നല്ല വലിയ സൈസ് 2 പ്ലാറ്റിനം കാറാട്ടാ. ഞാൻ തന്നെ കാണുമ്പോൾ ഭയങ്കര പേടിയാവും. ഭയങ്കര സൈസാട്ടാ അതിൻ്റെ. പിന്നെ ഈ ടാങ്കിൽ കിടക്കേണ്ട അറ്റ്ലാന്റിക് ടാർപ്പ് എന്ന് പറഞ്ഞൊരു മീനാണ്. നല്ല സൈസൊക്കെ ഉള്ളതാട്ടോ. പിന്നെ ഗായ്സ് ദ സിൽവർ അരോൺ കേട്ടോ, നല്ല സൈസുള്ള എമണ്ടൻ സിൽവർ അരോണാണ്. നല്ല ഭംഗി കേട്ടോ, വൈറ്റ് കളറൊക്കെ വരെയുണ്ട്. പിന്നെ ഗായ്സ് ഈ ടാങ്കിൽ കിടക്കുന്നത് നമ്മുടെ മഞ്ഞക്കൂരി ആട്ടോ, യെല്ലോ കാറ്റ് ഫിഷ്. ഇത് നല്ല ലാർജ് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. നല്ല ഭംഗിയാട്ടോ ഇവരുടെ ആ സ്പോട്ടൊക്കെ കാണാനായിട്ട്. പിന്നീട് കാണിക്കുന്ന ഒരു തരം കാറ്റ് ഫിഷും സെനേഗലും ആട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈ ടാങ്കിലുള്ളത് നമ്മുടെ റോയൽ നൈഫ് ഫിഷാണ്. ഇതൊരു നൈഫ് ഫിഷിൻ്റെ ഇനത്തിൽപ്പെട്ടൊരു മീനാണ്. പിന്നെ എന്തോ ഒരു ചുവന്ന കളറിൻ്റെ മീനും ഉണ്ട്.
പിന്നെ ഇവിടെ നല്ല കളർഫുള്ളായ ആഫ്രിക്കൻ സിക്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഈ സിക്ലെറ്റ്സിനെ കാണാൻ. പിന്നെ ഇവിടെ നമ്മുടെ തിലാപ്പിയോളുണ്ട് കേട്ടോ, കുറേ എണ്ണമുണ്ട്. പിന്നെ ഈ ടാങ്കുകൾ കൊണ്ട് ഇതൊരു സെനേഗലാട്ടോ, കുറേ എണ്ണം അവിടെ ഇവിടെ കുളിച്ചിരിക്കുന്നുണ്ട്. ഒരെണ്ണം മെർമേൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ഈ കാണുന്ന ടാങ്കിൽ നല്ല സൈസുള്ള അരാപ്പയ്മ ഉണ്ട് കേട്ടോ. നല്ല സീനായ അരാപ്പയ്മയാണ്. വാൽ നല്ല ചുവന്ന കളറും മേൽ നല്ല പച്ച നിറമായിട്ടുള്ള നല്ല ഭംഗിയുള്ള അരാപ്പയ്മ. ഭയങ്കര സൈസ് തന്നെയാണ് കേട്ടോ. വെള്ളമൊക്കെ ഇടുന്ന ഇളക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഈ വെള്ളത്തിലൊക്കെ കാലിട്ടിട്ട് ഒരു മീൻ വന്ന് അഴുക്കൊക്കെ കുത്തിയിരുന്നില്ലേ, ആ മീനിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ മീൻ വന്ന് അഴുക്കൊക്കെ കുത്തിയിരുന്നു. അടുത്തായിട്ട് തന്നെ ടാങ്കിൽ സീബ്ര, പിന്നെ ഒരു ജയൻറ്റ് ഗൗരാമിൻ്റെയൊക്കെ ടാങ്ക് ഉണ്ട്. നല്ല ഭംഗിയായിരുന്നു അവർ കാണാൻ. പിന്നെ അറ്റത്തായിട്ടൊരു വാട്ടർഫോളൊക്കെ മാതിരിയൊരു സെറ്റപ്പാണ്. നല്ല ഭംഗിയാട്ടോ. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊന്നും പറ്റില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഈ ടാങ്കുകളൊക്കെ ഉണ്ട് ഒരു ക്യാറ്റ് ഫിഷ് വെറൈറ്റി പെട്ട ഏതൊരു മീനാണ്, എനിക്കറിയില്ല ഏതാണ്. പിന്നെ ഈ മെർമേഡുള്ള ഈ ടാങ്കുകൾക്ക് ഉണ്ട് കുറച്ച് ഗോൾഡ് ഫിഷുകളാണ്. പിന്നെ ഈ കാണുന്ന ടാങ്കിൽ എന്തൊക്കെ ഒരു ക്യാറ്റ് ഫിഷ് ആട്ടാ, നീ കാണല്ലേ എവിടെയൊക്കെ പോയി ഒളിച്ചിക്കാണ്. പിന്നെ ഈ കാണുന്ന വലിയ ടാങ്കിൽ തടിച്ച ഓറഞ്ച് മീനുകളുണ്ട് കേട്ടോ. പിന്നെ ഈ കിടക്കുന്ന ടാങ്കിൽ ഒരു ബ്ലാക്ക് ഷാർക്കും വൈറ്റ് ഷാർക്കും പിന്നെ സക്കറും കിടക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ടാങ്കിൽ നല്ല വലിപ്പമുള്ള ഈ ഭംഗിയുള്ള ഈ ടാങ്കിൽ കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വെറൈറ്റി കോഴിക്കാർക്കും പിന്നെ വേറെ എന്തോ മീനുകളൊക്കെ ആട്ടെ. സൈഡിലായിട്ടൊരു അന്റാർട്ടിക്കയിലൊക്കെ ഒരു ഫീലുണ്ട്. പെൻഗ്വിനൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ അവിടെ നിൽക്കുമ്പോൾ. പിന്നെ ഇവിടെ ക്യാമറമാനൊക്കെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുത്ത് തരാനായിട്ട്. അവർ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആ പിക്ചർ എന്തോ ഇട്ടാൽ അവർ പ്രിൻ്റ് എടുത്ത് തരാം, എന്താണെന്ന് വെച്ചാൽ ചെയ്താലും. ഇനി അടുത്ത സ്ഥലം റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ എന്താ നമുക്ക് നോക്കാം. പിന്നെ റെയിൻ ഫോറസ്റ്റ് കിടക്കുന്ന മുമ്പുള്ള കുറച്ച് മീനുകളാട്ടെ. ഇതെന്ത് മീനാണോന്ന് ഞങ്ങൾക്കറിയില്ല, എന്തോ ഒരു സീ ഫിഷാണ്. അങ്ങനെ കേസ് നമ്മളുടെ റെയിൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നിട്ട് റെയിൻ ഫോറസ്റ്റിൽ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തൊക്കെ ഒരു മീനുകളുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് കുറേ ക്രേ ഫിഷ് ഉണ്ട് കേട്ടോ. അതിനൊന്നും വെള്ളം തീരെ പോരാ. എന്നിട്ട് എന്തോ ഒരു സീ ഫിഷൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ റെയിൻ ഫോറസ്റ്റിലേക്ക് കടക്കാണ്. അപ്പോൾ കടക്കുമ്പോൾ തന്നെ ഉണ്ടാവും ഒരു ഡൈനോസോറൊക്കെ നിൽക്കുന്നുണ്ട്, ഒരു ഡൈനോസോറിൻ്റെ സ്കെൽട്ടൻ. അതിൻ്റെ അടിയിലായിട്ടൊരു കുളം പോലെ സെറ്റപ്പ് ഉണ്ട്. അതിൽ ഇപ്പോഴത്തെ ഒരു ആമയാട്ടാ. കണ്ടില്ലേ, ഒരു വലിയൊരു ടീറക്സിൻ്റെ ഒരു സ്കെൽട്ടൻ ആയിട്ടുള്ളൊരു സെറ്റപ്പാട്ടാ. പിന്നെ അവിടെ ആയിട്ട് എന്തോ ഒരു മോസോസോറസ് അങ്ങനെ എന്തോ ഒരു സാധനത്തിൻ്റെ സ്കെൽട്ടനും. അവിടെ ആയിട്ടൊരു വലിയൊരു കാടൊക്കെ പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതായിരിക്കും റെയിൻ ഫോറസ്റ്റ് എന്ന് വരേണ്ട. നല്ല ഭംഗിയാട്ടാ. അതിൻ്റെ സൈഡിലായിട്ടൊരു വലിയ കോളം പോലെ സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ കുറേ എന്തോ ഒരു കറുത്ത ഫിഷ് ഏതാണെന്ന് നമ്മൾക്കും അറിയില്ല. പിന്നെ അവിടെ ആയിട്ട് രണ്ട് അരാപ്പയ്മ എടുക്കണ്ട കേട്ടോ. അതിൻ്റെ അകത്ത് ഒരെണ്ണം ഇതാ ഈ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ കണ്ട ഭാഗത്തായിട്ട് ഈ എന്നിട്ട് കുറേ മാനും പിന്നെ വേറെ ഏതോ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്താണ്ട് കുറേ ബെറ്റാ ഫിഷിൻ്റെ ഒക്കെ ഒരു ടാങ്കിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ. അവിടെ ചത്തമാരിയൊക്കെ ഒന്ന് അഭിനയിക്കട്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് പോയി. നല്ല ഭംഗിയായിരുന്നു ഈ ബെറ്റാ ഫിഷിൻ്റെ ടാങ്ക് കാണാൻ. കുറേ എണ്ണം ഉണ്ട് കേട്ടോ ബെറ്റകൾ. കുറേ എണ്ണം സെയിം അല്ലാത്തതൊക്കെ ആയിട്ട്. അപ്പുറത്തെ സൈഡിലത്തെ ടാങ്കിൽ കാണിക്കുന്നുണ്ട് കുറേ പച്ച കളറുള്ള ബീഡോട്ടകളും പിന്നെ കുറേ സീ ഫിഷുകളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ അത് അവസാനിക്കാണ്ട് ഒരാളുടെ വായലായിട്ടൊരു ഗുഹ മാതിരി. പിന്നെ നമ്മുടെ റെയിൻ ഫോറസ്റ്റിൻ്റെ ആ ടാങ്കിൻ്റെ താഴ്ഭാഗം ആട്ടാ ആരാപ്പയ്മക്കുള്ള. പിന്നീട് നമ്മൾ കണ്ട് ലയൺ ഫിഷ് ആട്ടാ. ഒരു പോയ്സണസ് ഫിഷാണ്. പിന്നീട് നമ്മൾ വീണ്ടും നമ്മുടെ നൈഫ് ഫിഷ് തന്നെ ആട്ടാ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ടാങ്കിൽ ലോകത്തിലെ ഏറ്റവും പോയ്സണസ് ആയ ഒരു ഫിഷ് ആയിട്ടിരിക്കണത് ദ സ്റ്റോൺ ഫിഷ് എന്നാണ് എന്നെ പറയണേ. ഇത് അനങ്ങൊന്നുമില്ല, ഒരു കല്ലുമാരി അവിടെ ഇരിക്കുകയാണ്. കണ്ണൊക്കെ ഇനി അടച്ചും തോന്നുന്നു കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടത് രണ്ട് ഓന്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ടാങ്കൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ കണ്ടത് ഏതൊരു ഗാർ ഫിഷിൻ്റെ ഒരു ടാങ്ക് ആട്ടെ, ഏത് കാറാണെന്ന് അറിയില്ല, ഏതോ ഒരു കാറ്. പിന്നെ നമ്മൾ കണ്ടത് ഒരു ഷാർക്കിൻ്റെ പ്രതിമ ആട്ടെ, അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മൾ കണ്ടത് ഒരു തിലാപ്പിയ പോലത്തെ ഒരു മീനാട്ടോ, ഒരു പിങ്ക് കളറൊക്കെ ഉള്ള. പിന്നെ നമ്മളൊരു വരവരുള്ളൊരു ക്യൂട്ടായ ഫിഷിനായിട്ടാണ് കണ്ടത്, ഏത് ഫിഷാണെന്ന് അറിയില്ല, ഒരു വൈറ്റ് കളർ. പിന്നെ നമ്മുടെ ആക്സിലോട്ടിൽ നിന്ന് പറഞ്ഞൊരു ഫിഷിനായിട്ടാണ് കണ്ടത്. അപ്പോൾ ഗൈസ്, ഈ മെറീൻ വേൾഡിൻ്റെ പാർട്ട് 1 ആട്ടോ ഇത്. പാർട്ട് 2 ഇനി നമ്മൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് വരുമ്പോഴേക്കും സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.